ഹലോ ഗൈസ്, അപ്പോ നമ്മളിന്ന് വന്നിട്ടുള്ളത് എന്താണ്, ബുബുവിന്റെ ബർത്ത്ഡേയിലെ ഗിഫ്റ്റ് കാണിക്കാൻ. ആ ഗിഫ്റ്റ് എന്ന് പറയുമ്പോ കോമഡി ആട്ടോ. 3 ഡ്രസ്സാണ് ഓൾറെഡി ഇട്ട്. അല്ല, നമ്മള് ബർത്ത്ഡേ ഞായറാഴ്ച കഴിഞ്ഞ് നമ്മള് വീഡിയോ എടുക്കാൻ ഡിലേ ആയി. കാരണം എന്താന്ന് വെച്ചാല് ഹോസ്പിറ്റൽ കേസ് വന്നേ കൊണ്ട് വീഡിയോ എടുക്കാൻ ഡിലേ ആയി. അപ്പൊ ഓരോ ദിവസം ഓരോ ഡ്രസ് ഇതുപോലെ ഇട്ട് അത് കാണിക്കാം, അലക്കി ജസ്റ്റ് കാണിക്കാം. പക്ഷെ പിന്നെ ഉള്ള ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഡ്രസ്സ്, കുറച്ച് ടോയ്സ്, അതേപോലത്തെ ഗിഫ്റ്റുകൾ തന്നെ നോർമലായിട്ട്. അപ്പൊ അത് നിങ്ങൾക്ക് കൂടെ കാണിക്കാന്ന് വെച്ചാൽ നമുക്ക് അന്ന് ബർത്ത്ഡേന്റെ വ്ളോഗിൽ അത് മൊത്തമായിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത് നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വെച്ചിട്ട് വന്നതാണ്. പിന്നെ കുറച്ച് വൗച്ചറാണ്, അത് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടില്ല കാരണം സമയം കിട്ടിയിട്ടില്ല. ബൂബുനും ഇപ്പോ ജലദോഷം ചുമ ഒക്കെയാണ്. ഇന്നിപ്പോ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ടുള്ളൂ. അപ്പൊ നല്ല കിടത്ത, അപ്പൊ നല്ല ഉറക്കാണ് ആള്. ഉറങ്ങിക്കോട്ടെ, നമുക്ക് ശല്യം ചെയ്യണ്ട, നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാം. അപ്പൊ വീഡിയോ തുടങ്ങുമ്പോ ബൂബു എണീറ്റിട്ടുണ്ട്, എണീറ്റ് വരുന്നുണ്ട്. ചെക്കൻ എടുത്തോ. ബൂബും കൂടെ പരിചയപ്പെടുത്തി തരും. ബൂബു ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ബൂബും കൂടെ പരിചയപ്പെടുത്തി തരും നമുക്ക്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കിയാലോ. ഇതാണ് അപ്പൊ ഫസ്റ്റ് കിട്ടിയ ഗിഫ്റ്റ്, ബൂബുവിന്റെ ഫ്രെയിമാണ്. ഉറക്കത്തിൽ നിന്ന് എണീറ്റേം കൊണ്ടൊരു ഉഷാറൊന്നുമില്ല. അത് ആരാന്ന് നമ്മളെ സർപ്പാക്ക് തന്ന ഗിഫ്റ്റ് ആണ് തോന്നുന്നില്ലേ. പിന്നെ സെക്കൻഡ് കൊറേ ഫോട്ടോസ് ഉണ്ട് ഇതിനകത്ത്, നിങ്ങൾ കാണില്ലേ. പിന്നെ നല്ലൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡ്രസ് അല്ലെ, നല്ല രസമുണ്ട് കാണാനൊക്കെ, നല്ല അടിപൊളി. അല്ല അങ്ങനെയല്ല ഞാൻ പറയാ, എല്ലാം അടിപൊളിയാണ്. ഇത് ഒരു വെറൈറ്റി, ഒരു കാണാത്തൊരു മോഡൽ അല്ലെ, നമ്മള് കണ്ടിട്ടില്ല. ചുമക്കുന്നുണ്ട്, നല്ല ചുമയാണ്. ഇന്നലൊക്കെ അലച്ചിൽ തന്നെ ആയിരുന്നു. ഇന്നലെ ഒരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു കുടുംബത്തില്. ഇതാണ് അടുത്ത്. രസമുണ്ട് അല്ലേ, കുറച്ച് വലുതാണ്. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ നമുക്കൊക്കെ നല്ല വൃത്തിക്കിടാം. ബൂബു ഒരു ഹലോ പറഞ്ഞ ചിരി മാത്രമേ ഉള്ളൂ, അലോ തരില്ല എന്നാണ് പറയുന്നത്. ഡെനിമിന്റെ മോഡല് ഷെഡ് കുറച്ച് വലുപ്പുണ്ട് അല്ലേ, കുറച്ച് വലുതാവുമ്പോ അതെ അതെ. അത് രസമുണ്ട് അല്ലേ, നല്ല വൃത്തിയുള്ള മോഡല്. ബുബുവിന് ഹായ് പറ. ബുബുവിന് നല്ല ഇഷ്ടപ്പെട്ട ഷർട്ടാണ്, അതിനൊരു അടിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഉറക്കം ശരിയായിട്ടല്ലേ ബുബു. ഇത് ഗിഫ്റ്റാണ്. അപ്പൊ വൈഫ് എന്ത് പുതിയത് കിട്ടിയാലും അപ്പൊ എനിക്ക് ഇട്ട് കൊടുക്കും. കാരണം പിന്നീട് ഇടാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്ത് പുതിയ വന്നാലും അപ്പൊ ഇട്ട് കൊടുക്കും. ഇത് ഒരു മോഡല്. അതായിരുന്നു നമുക്ക് വൃത്തിയുണ്ടല്ല, നല്ല സ്ട്രൈപ്പ് മോഡല് അല്ലേ, നല്ല. ഇത് സ്വെറ്ററാണ്. സെറ്റ് ടൈപ്പാണ്. അതിന്റെ മോഡല് ഇങ്ങനെ വരും. അടിപൊളി. ഓ ബൂബു അപ്പൊ ഇങ്ങനെ ഇരിക്കുക കണ്ടില്ല അവിടെ. ഇതൊക്കെ എന്താണ് ഓ രസമുണ്ട്. അതിന്റെ നല്ലൊരു കളർ ട്രൗസറും. ഞാന് അത് ഒരു സ്റ്റാൻഡേർഡ് കളറാണ്, അതുകൊണ്ട് പിന്നെ അതിങ്ങനെ എടുക്കുന്നു ആ കളറ്.
ഇതാണ് ഹൗസ് ഓണർ. അയ്യോ സോറി പറയാൻ പാടില്ലല്ലേ. പിന്നെ കേക്കൊക്കെ കിട്ടിയിട്ടുണ്ടായി കേട്ടോ, പ്ലം കേക്ക്, ക്രീം കേക്ക്. പക്ഷെ അതൊക്കെ കഴിച്ചു. അതിനൊന്നും ഫോട്ടോ പറ്റില്ല. അതും അത്യാവശ്യം വലിപ്പമുള്ള ഒരു മോഡലാണ്. ഇതിലിപ്പോ വന്നത് മൊത്തം ഏകദേശം ഒരു വലിപ്പമുള്ള മോഡലല്ലേ, പിന്നീട് ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പാണ്. ഇത്ര ഡ്രസ് കഴിഞ്ഞിട്ടില്ല, അവിടെ അലക്കിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഇത് നമ്മുടെ ഇതില്ലേ സ്വെറ്റർ, ഇതിന്റെ തന്നെ ഒരു വേറെ മോഡലല്ല, ഇതന്നെ സെയിം മോഡൽ തന്നെ കളർ ചേഞ്ച്. അപ്പൊ അത് എനിക്ക് ഇങ്ങനെ കപ്പിട്ട് വന്നപ്പോ ഞാൻ അത് നേരത്തെ തന്നിട്ടു. പിന്നെ ഇതാണ് അവന് ഫസ്റ്റ് കിട്ടിയ ഗിഫ്റ്റ്. ഞങ്ങൾക്ക് എല്ലാരും പ്രിയപ്പെട്ടവരാണ്, അതേപോലെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാൾ തന്നെ ഫസ്റ്റത്തെ ഗിഫ്റ്റ് ആണത്. ഒരു ഊഞ്ഞാല് നമ്മളത് കെട്ടി വെച്ചിട്ടുണ്ടായി. നോക്കട്ടെ, കുക്കായില്ലേ? ഇത് അയിഞ്ഞു പോയതാണല്ലോ, ഈ കുക്ക് അയിഞ്ഞു പോയത്. ഇതെങ്ങനെ ഇതാണ് ഐറ്റം. ഇതിങ്ങനെ ഇതായിട്ട് നമുക്ക് ഇവിടെ ബുക്കൊക്കെ ഉണ്ട്. അപ്പൊ ആ ബുക്കുമ്പോ അങ്ങനെ തൂക്കിടാന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് നമ്മള്. പരാതി അത് അവിടെ വെച്ചിട്ടോ. പിന്നെ കിട്ടിയ ഗിഫ്റ്റ് ഇതാ ഗോൾഡ്, ഒരു ഗോൾഡിന്റെ ചെയിന്. പിന്നെ അത് ഈ ഒരു ചെയിൻ അന്ന് കിട്ടിയത് തന്നെയാണ്. ബുബു നോക്ക്, അതാവുമ്പോ തൊടാൻ തന്നെ സമ്മതിക്കില്ല. ഇതിപ്പോ ചെയിൻ കാണിച്ചു കൊടുക്കുക, കണ്ടോ? ഇനി നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എന്താണ്? ഞങ്ങളുടെ ഗ്യാരേജിലോട്ട് നോക്കൂ. വണ്ടികൾ. ഇവരൊക്കെ ഈ പുതിയ വണ്ടികളൊക്കെ വന്നപ്പോ സൈഡായി പോയവരാണ്ട്. അയാളെ കാണിച്ചു തരാം കേട്ടോ. എവിടെ പോയി? ഇവിടെ സൈഡായി ഇരിക്കുകയാണ്. ഇതാണ് അവന്റെ ഫസ്റ്റത്തെ വണ്ടി. ഇത് ഫസ്റ്റ് റിനു വാങ്ങിയതാണ്, ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്ത് വരുത്തിയതാണ്. നല്ലൊരു മോഡലാണ്, സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇതിപ്പോ സ്റ്റിച്ചൊക്കെ കട്ടായി, ഇപ്പൊ പൊട്ടിച്ച് ഇങ്ങനെ ഇട്ടിരിക്കുന്നു. കുഴപ്പമില്ല, മൂപ്പരവിടെ കേട്ടോ. നമുക്ക് കിട്ടിയ സാധനം നോക്കാം. അപ്പൊ ഇതാണ് ഐറ്റം. അതെ, അത് കാറാണ്. അപ്പോ ഇതും നമുക്ക് അതേപോലെ ഒരു പ്രിയപ്പെട്ട അങ്ങനെ എല്ലാം പ്രിയപ്പെട്ടതാണ്. ഇതിലെല്ലാം പ്രിയപ്പെട്ടതാണ്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അത്രയും തന്നതെല്ലാം പ്രിയപ്പെട്ടവരൊന്നും തന്നെയാണ്. നമ്മള് ഫംഗ്ഷനിൽ നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെ മാത്രമേ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലെ? എല്ലാം. പക്ഷെ ഞാൻ ഇത് പറഞ്ഞത് നമ്മുടെ കൈനീട്ടം എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു ഇത്. അതായത് ഒരാഴ്ച മുമ്പ് നമുക്ക് ഈ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായി. ആൾക്കാരെന്തായാലും വീഡിയോ കണ്ടുണ്ടാവും, മനസ്സിലാവും. ഇതാണ് നമുക്ക് മറ്റേ ബൈക്ക് ഉണ്ട്, ഞങ്ങക്ക് സ്കൂട്ടർ എന്നും പറയാം, സൈക്കിൾ എന്നും പറയാം. സ്കൂട്ടർ ഉണ്ട്, കാറുണ്ട്, പിന്നെ ഒരു കാറ്. അപ്പൊ ഇതിലൊന്നും ഇരിക്കാനങ്ങനെ ആയിട്ടില്ല, അതന്നെ ഉപയോഗിച്ചിട്ടില്ലാണല്ലോ. മോനൊന്നും ഇരുത്തിയോക്കാം. എങ്ങനെ ചവിട്ടാനായിട്ട് കാലം അല്ല, ഈ ഇതിലിരിക്കുമല്ലോ നമ്മളെ ഈ വണ്ടിയിൽ. അത്യാവശ്യം നല്ല വൃത്തി കാലെത്തുന്നത് ഇരിക്കുന്നുണ്ട്, പക്ഷെ അതിങ്ങനെ തുഴഞ്ഞു കോമൺ ആയിട്ടുള്ളൊരു കാര്യം. ഇതിന് മുന്നിലും പിന്നെ അവന്റെ വാക്കുകളിലും ഒക്കെ ഒരേ പാട്ടാണ്. പാട്ട് അതെ, ഇതിലുള്ളത് ഒരേ പാട്ടാണ്. ഇതിങ്ങനെ വരും, കണ്ടോ? ഇതിലിപ്പോ ആ പാട്ട് വന്ന് സെയിം ഇതില് കണ്ടോ? ഇതിലുള്ളത് സെയിം ആണ്. ഇപ്പൊ പഴയ വണ്ടിയിലുള്ളത് സെയിം. നമ്മുടെ ഗിഫ്റ്റ് ഒക്കെ എല്ലാവരും കണ്ടില്ലേ? അപ്പോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടവരേക്കും